A love poem for lonely prime numbers by ഹാരി ബേക്കർ. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക്. സോ ഈ ഒരു പോയം സ്ലാം പോയട്രി ആണ്. എന്താണ് സ്ലാം പോയട്രി? ഒരു കവി തൻ്റെ കവിത സദസ്സിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നതിനെയാണ് സ്ലാം പോയട്രി എന്ന് പറയുന്നത്. സോ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം കൂടിയും ആണ്. സോ ഐ മീര ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇംഗ്ലീഷ് ബൈ മീര. സോ നമുക്ക് ഈ പോയത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദി ഓതർ ഓഫ് എ ലവ് പോയം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ്? ഹാരി ബേക്കർ ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ് ആണ്. സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ പദ്യങ്ങളോ അല്ലെങ്കിൽ ഗദ്യങ്ങളോ ഒരു സദസ്സിന് മുമ്പിൽ അഭിനയിച്ച് പെർഫോം ചെയ്യുന്നതിനെയാണ് സ്ലാം പോയറ്റ് അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ 2021 അദ്ദേഹം പോയട്രി വേൾഡ് സ്ലാം ചാമ്പ്യൻ ആവുകയും 2014 അദ്ദേഹത്തിൻ്റെ പെർഫോമിംഗ് കരിയർ തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങിയത്? സ്പീക്കർ ഫോർ ടെഡ്, അതായത് ടെക് ടോക്ക് ഷോയിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം പെർഫോമൻസ് തുടങ്ങുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പോയം 20-ലധികം ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പോയം എന്തിനെ പറ്റിയാണ്? ഈ പോയം പ്രൈം നമ്പർ 59 പറ്റിയാണ് പറയുന്നത്. പ്രൈം നമ്പർ എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ആ സെയിം നമ്പർ, പിന്നെ 1 എന്നുള്ള 2 ഫാക്ടേഴ്സാണ് ഇതിനുള്ളത്. നമുക്ക് 59 എടുക്കുകയാണെങ്കിൽ 59ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം പിന്നെ 59ഉം തന്നെയാണ്. സോ ഇവിടെ പോയറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ലോൺലിയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അധികം ഫാക്ടേഴ്സായിട്ട് ഒത്തുചേർന്ന് പോവാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്വാളിറ്റി പോയറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ബോയ് ഫാൾസ് ഇൻ ലവ് വിത്ത് ഹിസ് നെക്സ്റ്റ് ഡോർ നൈബർ, തൻ്റെ അയൽവാസിയായിട്ടുള്ള നമ്പർ 60 ഈ ബോയിന് ഒരു ഇഷ്ടം തോന്നുകയാണ്. ആൻഡ് നമ്പർ 60 നമുക്കറിയാം കോമ്പോസിറ്റ് നമ്പറാണ്. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളൊരു നമ്പറാണ്. സോ പിന്നീട് ഈ ബോയിന് മനസ്സിലാവാണ്, 59 മനസ്സിലാവാണ് 60ഉം 59ഉം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലവ് ഒരുപാട് നാൾ മുന്നോട്ട് പോവില്ല, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു ചിന്ത 59 വരികയാണ്. സോ പിന്നീട് 59 61 ആയിട്ട് ഇഷ്ടത്തിലാവുകയാണ്. 61 എന്ന് പറഞ്ഞാൽ അഗൈൻ ഒരു പ്രൈം നമ്പർ തന്നെയാണ്. 59ൻ്റെ പോലെ തന്നെ ഫീച്ചേഴ്സ് ഉള്ളതാണ് 61നും. സോ ഈ ബോയ് 59 തൻ്റെ ട്രൂ ലവ് 61 അവസാനം കണ്ടെത്തുന്നത്. സോ ഈ പോയം യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ പണ്ണാണ്. അതായത് മാത്തമാറ്റിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ മീനിങ് വരുത്താനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് തന്നെയാണ് പോയം വെരി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും. ഇവിടെ നമ്പർ 59, 60 ആൻഡ് 61 എന്നുള്ള നമ്പേഴ്സിനെ പെർസോണിഫൈ ചെയ്തിട്ടാണ് പോയം മുന്നോട്ട് പോകുന്നത്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന് മനുഷ്യൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കൊടുത്തുകൊണ്ട്. ആൻഡ് പിന്നീട് ഇതിൽ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ പോയട്രിയിൽ എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് വെച്ചാൽ ഈ ഒരു നമ്പേഴ്സിനെ ഇൻഡിവിജ്വൽസ് ആയിട്ട് ആണ് കരുതുന്നത്. സോ ഈ ഒരു കമ്പാരിസനെയാണ് എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ സമ്മറി നോക്കാം, ഈ ലൈൻസിൻ്റെ സമ്മറി നോക്കാം. ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമ്പർ 59 വളരെ ഇറിറ്റബിൾ ആൻഡ് ബാഡ് മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പാടെ 59 മിററിൽ നോക്കുകയാണ്. മിററിൽ നോക്കുമ്പോൾ തൻ്റെ മുടി വല്ലാതെ മെസ്റ്റപ്പായിട്ട് കിടക്കുന്നതും അപ്പിയറൻസ് ഒട്ടും ഇംപ്രസീവ് അല്ലാതെ ഒക്കെ തോന്നുകയാണ്. സോ 59 എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ഷേപ്പ് ഇല്ലാത്തൊരു നമ്പറാണ്. സോ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പോ സിമിട്രിയോ ഒന്നും ഇല്ല, തങ്ങൾക്ക് അതൊന്നും ഇല്ല എന്നുള്ളത് 59 അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഇൻസെക്യൂരിറ്റിയാണ് 59 ഉണ്ടാക്കിയത്. അത് മാത്രമല്ല 59 ഒരു ഇൻട്രോവേർട്ടാണ്, എല്ലാവരൊപ്പം സോഷ്യലൈസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. സോ രാവിലെ തന്നെ ബെഡിൽ നിന്ന് എണീക്കണത് തന്നെ വളരെ നെഗറ്റീവ് തോട്ടോട് കൂടിയിട്ടും വളരെ ഇറിറ്റേറ്റിംഗ് മൂഡോട് കൂടിയിട്ടുമാണ് 59 എണീക്കുന്നത്. ഒരു ബാഡ് മൂഡിലാണ് എണീക്കുന്നതെങ്കിലും തൻ്റെ വിൻഡോ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ് 59 കാണുന്നത്. എന്താണ് ആ കാഴ്ച? തൻ്റെ ക്രഷ് ആയിട്ടുള്ള 60 എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വെൽ ഡ്രസ്ഡ് ആണ്, പെർഫെക്റ്റ് ഷേപ്പാണ്. നമ്മൾക്കറിയാം 60 എന്നുള്ള നമ്പർ എടുത്ത് നോക്കിയാൽ അത് വളരെ സിമിട്രിയും ഷേപ്പും ഉള്ളൊരു നമ്പറാണ്. സോ അതുമാത്രമല്ല ഷീ ഈസ് വെരി സോഷ്യൽ. 59ൻ്റെ പോലെ ഒരു ഇൻട്രോവേർട്ടോ ഒന്നുമല്ല, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടും റൂഡല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട്. ആൻഡ് ദർ ഇസ് നത്തിങ് ഫോർ ഹർ ടു ഇംപ്രൂവ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല 60ൽ. കാരണം എന്താണ്? 60 പെർഫെക്റ്റ് ആണ്. ഷീ ഈസ് പങ്ക്ച്വൽ, കൃത്യനിഷ്ഠതയുള്ള ഒരു നമ്പറാണ് 60. അതിൻ്റെ കാരണം പറയുന്നത് 60 സെക്കൻഡ് 60 മിനിറ്റ്സ് ഇതൊക്കെയാണല്ലോ, ഒരു മിനിറ്റ് ഒരു അവറൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 60 എന്നുള്ളൊരു നമ്പറാണ്. സോ ആ നമ്പറിനെ എടുത്തുകൊണ്ടാണ് 60യുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. 60 വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ളൊരു നമ്പറാണ്. ആൻഡ് സ്നൂക്കർ ഗെയിമിലെ വൈറ്റ് ബോളാണ് 60 എന്നാണ് ഇവിടെ 59 പറയുന്നത്. കാരണം വൈറ്റ് ബോളാണ് ബാക്കി എല്ലാ ബോളിനെയും ഹിറ്റ് ചെയ്യുന്നത്. സോ അത്തരം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് 60ക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് ലോങ് ക്യൂ തന്നെയുണ്ട് 60ക്ക് പുറകെ ഒരുപാട്
നമ്പേഴ്സിൻ്റെ ലോങ് ക്യൂ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. ഷീ സൂപ്പർ കൂളാണ്, വളരെ കൂളാണ്. ആൻഡ് 60 എല്ലാ തരത്തിലും 59നേക്കാളും സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് 59 ഉണ്ടായി. സോ അതിൽ ആ ഒരു ഫീലിംഗ് കാരണം വളരെയധികം ഇൻസെക്യൂരിറ്റി തോട്ട്സാണ് 59 ഉണ്ടായത്. വരികളിൽ പോയിട്ട് പറയുന്നത് 59 60 പറ്റി എല്ലാം അറിയാമായിരുന്നു, ഇൻക്ലൂഡിങ് എ ഫേവറേറ്റ് ഫ്ലവർ. ഏത് സമയം 59 60 പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ലവ് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് 59 അറിയാമായിരുന്നു. കാരണം തൻ്റെ അയൽവാസി ആയിരുന്നാലും ഇവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് 59 അറിയാമായിരുന്നു. 59 60 അഡ്മയർ ചെയ്തപ്പോൾ 60 59 കുറിച്ച് വിചാരിച്ചത് 59 വളരെ സ്ട്രേഞ്ച് ആണ്, വളരെ വിചിത്രമാണ് എന്നാണ് 60 ചിന്തിച്ചത്. പിന്നെ അവരുടെ ഇഷ്ടങ്ങളും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഒരാളുടെ ഫേവറേറ്റ് ഫിലിം 101 ഡാൽമേഷ്യൻ ആയിരുന്നു, 60യുടെ ഫേവറേറ്റ് ഫിലിം 102 ഡാൽമേഷ്യൻ ആയിരുന്നു. സോ ആ നമ്പേഴ്സ്, ഓഡ് നമ്പർ, ഈവൺ നമ്പർ എന്നുള്ള ഒരു വ്യത്യാസം പോലും അവരെ ബാധിച്ചിരുന്നു. ആൻഡ് ഹി ബിലീവ് ദാറ്റ് ദേ വർ സ്റ്റാർ ക്രോസ് ലവേഴ്സ്, അതായത് ഒരിക്കലും ഒന്നാവാൻ വിധിക്കപ്പെടാത്ത ഒരു ലവേഴ്സ് ആണ് അവർ എന്നുള്ളതാണ് 59 വിശ്വസിച്ചത്. വരികളിൽ പറയുന്നത് 60യുടെ അമ്മേനെ പറ്റിയിട്ടാണ്. 59 പറയാണ് 60യുടെ അമ്മ വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു പേഴ്സണാണ്. അവരുടെ ഒരു സ്ട്രിക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയുള്ള ആളുകൾ ഒരിക്കലും ഒന്നാവരുത്, അവർ തമ്മിൽ ഒരിക്കലും ചേരരുത് എന്നാണ് അമ്മയുടെ ഒരു വിശ്വാസമായിരുന്നത്. സോ ഇങ്ങനെ അമ്മയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ഗേളിനെയാണ് താൻ സ്നേഹിച്ചത് എന്ന് ആലോചിച്ചപ്പോൾ 59 വളരെ വിഷമം തോന്നി. ആൻഡ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കണക്ക് 59ൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ കണക്ക് ഇങ്ങനെയാണ്: ടേക്കിംഗ് 59 away from 60 makes it 1. അതായത് 59 60യുടെ അടുത്ത് നിന്ന് മാറിപ്പോയാലും ബാക്കി എന്താണ് ഉണ്ടാവുന്നത്? 1. അതായത് മാത്സ് ആണ് പറയുന്നത് ഇവിടെ. 60 - 59 1 ആണല്ലോ. സോ അങ്ങനെ ഒരു പണ്ണ് ഉപയോഗിച്ചുകൊണ്ട് 59 ഒരു റിയലൈസേഷൻ, സഡൻ ആയിട്ടുള്ള റിയലൈസേഷൻ വരികയാണ്. തൻ്റെ വാല്യൂ, തൻ്റെ വിലയെ പറ്റി ഒരു തിരിച്ചറിവ് വരികയാണ്. 59 വിചാരിക്കുകയാണ് ഈ 60 ഇല്ലെങ്കിലും തനക്കൊരു നമ്പർ ഉണ്ട്, ദ വൺ, ഐ എം ദ വൺ, ഞാൻ തന്നെയാണ് എനിക്കുള്ള ഒരാൾ, അല്ലെങ്കിൽ അവളില്ലെങ്കിൽ 60 ഇല്ലെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു സെൽഫ് റിയലൈസേഷൻ 59 വരികയാണ്. സോ ഹി എംബ്രേസസ് ഹിസ് യുണീക്നെസ്, തൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ തൻ്റെ യുണീക്നെസ്സിനെ 59 വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ 2 മാസത്തോളം വളരെ വിഷമിച്ചാണ് 59 നടന്നത്. പിന്നീട് 59 61നെ മീറ്റ് ചെയ്യാണ്. അന്നത്തെ ദിവസം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ 59 തൻ്റെ കീ നഷ്ടപ്പെടുകയും അതുമാത്രമല്ല പാരൻസ് വീട്ടിലില്ലാത്തത് കൊണ്ട് 60യുടെ അല്ലെങ്കിൽ 61ൻ്റെ വീട്ടിലേക്ക് 59 പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് 61നെ കാണുന്നത്. 61നെ കണ്ട സമയത്ത് വളരെയധികം അമേസ്ഡ്, അതായത് വളരെയധികം അതിശയകരമായിട്ട് 59 61നെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് 61 വാസ് like 60 but she had prettier eyes and friendly smile. 60യുടെ പോലെ തന്നെയാണ് കാണാനുണ്ടെങ്കിലും 60നേക്കാളും കൂടുതലായിട്ടുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളുണ്ടായിരുന്നു, ഒന്നും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മൈലും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് അടുത്ത വരികൾ പറയുന്നത് ഇവർ തമ്മിലുള്ള സാമ്യങ്ങളെ കുറിച്ചിട്ടാണ്, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരും പ്രൈം നമ്പേഴ്സാണ്. സോ അവർക്ക് രണ്ടുപേർക്കും ഒരു ഓഡ് വൺ ഔട്ട് ഫീലിംഗ് ഉണ്ട്. അതായത് രണ്ടുപേരും റഫ് എഡ്ജസ് ആണ്, അതായത് ഇൻട്രോവേർട്ട് ആണ് രണ്ടുപേരും ഏകദേശം. ആൻഡ് ബോത്ത് ആർ ഡിസ്ഓർഗനൈസ്ഡ്, അതായത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല രണ്ടുപേരും. അപ്പോൾ 61ഉം 59നെ പോലെ തന്നെയാണ്. ആൻഡ് അതുമാത്രമല്ല 61ൻ്റെ അമ്മ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. 59 ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതിൽ അമ്മയ്ക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സോ ഹി ലൈക്ഡ് ഹർ, വളരെയധികം 61നെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? അവർ തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. സോ അതുപോലെ തന്നെ 61നും തന്നെ തിരിച്ചും ഇഷ്ടപ്പെടുമെന്ന് 59 കരുതി. സോ ഇറ്റ് വാസ് ഡിഫറെൻറ്റ് വിത്ത് 61 ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം 59 61നെ ഒരു ഒഫീഷ്യൽ ഡേറ്റിന്, അൺഒഫീഷ്യൽ ഡേറ്റിന് ക്ഷണിക്കുകയും അതിന് 61 യെസ് പറയുകയും ചെയ്തു. അതിനുള്ള കാരണം 61 പറഞ്ഞത് തൻ്റെ പോലെ തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത്, വളരെ വിചിത്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. സോ ആ ഡേറ്റിൻ്റെ അന്ന് ഒരു ആങ്സൈറ്റി കാരണം 59 1 മിനിറ്റ് നേരത്തെ വരികയും 61 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരികയും ചെയ്തു. 61 ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് അന്ന് മുതൽ വളരെയധികം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ളൊരു സംസാരം അവർ തമ്മിൽ ഉണ്ടാവുകയാണ്. അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. രണ്ടുപേരെയും ഇഷ്ടപ്പെട്ട ഷോ എന്ന് പറയുന്നത് എക്സ് ഫാക്ടറാണ്. അതൊരു TV റിയാലിറ്റി ഷോ ആണ്. അങ്ങനെ കുറേ കോമണാലിറ്റീസ് അവർ തമ്മിലുണ്ട്. അതുമാത്രമല്ല അവർക്ക് രണ്ടുപേർക്കും 2 ഫാക്ടേഴ്സാണ്, പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 2 ഫാക്ടേഴ്സാണ് അവർക്കുള്ളത്. സോ ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ അവർക്ക് ഓക്കെ ആയിരുന്നു. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് ഒരു തരത്തിൽ നല്ലതാണ് എന്നാണ് അവർക്ക് ഫീൽ ചെയ്തത്.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 16 കുറിച്ച് ഒരു സംസാരം വന്നു, 16 പറ്റിയുള്ളൊരു സംസാരം വന്നു. സോ 59 ഈ ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് 61 ശ്രദ്ധിച്ചു. സോ കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 59 തൻ്റെ പാസ്റ്റ് ലവിനെ കുറിച്ച് 61ൻ്റെ അടുത്ത് പറഞ്ഞു. സോ ആ ഒരു ലവാണ് 61ലേക്ക് തന്നെ നയിച്ചത് എന്നുള്ളൊരു വസ്തുത 61ൻ്റെ അടുത്ത് 59 തുറന്നു പറയാണ്. പക്ഷേ ജലസ് ആവുന്നതിന് പകരം അല്ലെങ്കിൽ അസൂയപ്പെടുന്നതിന് പകരം 61 വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് 59 കൊടുത്തത്. ഷീ സെഡ് ദാറ്റ് ദേ ടുഗെദർ കമ്പൈൻ ടു ബിക്കം ട്വൈസ് 60 ക്യാൻ ബിക്കം. വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ഉത്തരം അത് ഇങ്ങനെയായിരുന്നു. ഷീ സെഡ് ദാറ്റ് ദേ ടുഗെദർ കമ്പൈൻ, അതായത് 59ഉം 61ഉം കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് എന്താണോ അത് തന്നെയാണ് 60 2 ഇരട്ടി ആവുമ്പോൾ കിട്ടുന്നത്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം 59 + 61 എന്ന് പറയുന്നത് 120 ആണ്. അതേപോലെ തന്നെ 60 + 60 എന്നുള്ളത് 120 ആണ്. സോ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാവുന്ന അതേ നമ്പർ തന്നെയാണ് 60ക്ക് അത് ട്വൈസ് നമ്പർ ആവണം, എന്നാലേ ആ നമ്പറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷൻ പറയാണ്. സോ ആഫ്റ്റർ ഹിയറിംഗ് ദിസ് 59 ഹാഡ് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ്. ഇത് കേട്ടതിന് ശേഷം 59 തൻ്റെ കണ്ണ് നിറയാണ് ഇങ്ങനൊരു എക്സാമ്പിൾ, ഇങ്ങനൊരു കമ്പാരിസൺ കേട്ടപ്പോൾ. സോ ഹി വാസ് സോ ഹാപ്പി ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഗേൾ ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗേൾ വന്നതിന് അവന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. സോ 61ൻ്റെ ഈ റിമാർക്ക് 59നെ വളരെയധികം സ്പർശിച്ചു. ആൻഡ് ഹി ട്രൈ ടു എക്സ്പ്രസ് ഹിസ് ലവ്. തൻ്റെ സ്നേഹം 61നോട് എക്സ്പ്രസ് ചെയ്തു. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡെഫിനിഷൻ ഓഫ് പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് തൻ്റെ സ്നേഹം 61നോടുള്ള സ്നേഹം 59 പ്രകടിപ്പിച്ചത്. നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അത് 2 നമ്പർ കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് നമ്പർ 1 ആണ്, പിന്നെ ഒരു നമ്പർ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ നമ്പർ തന്നെ. സോ 59 പ്രൈം നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ ആണ്. സോ അതിൻ്റെ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം പിന്നെ 59ഉം തന്നെയാണ്. സോ അക്കോർഡിംഗ് ടു ഹിം 59 പറയാണ് ഷീ ഈസ് എ 1. അവൻ്റെ 1 എന്ന് പറയുന്നത് 61 ആണ് എന്നാണ് പറയുന്നത്. സോ 2 പേർക്ക് മാത്രമാണ് അവൻ്റെ ഹാർട്ട് അവന് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്ന് അവന് തന്നെയും പിന്നെ 61നും. ഈ 2 ആൾക്കാർ മാത്രമാണ് അവൻ്റെ ഹാർട്ട് അവൻ ഡിവൈഡ് ചെയ്തത്. 61 ഓൾസോ ഫെൽ ദ സെയിം ആൻഡ് നൗ അണ്ടർസ്റ്റാൻഡ്സ്. അപ്പോൾ 61ഉം പറയാണ് 61നും ഇതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഷീ സേസ് ദാറ്റ് ലവ് ഇൻ ഫിലിംസ് ആർ ഹാഫ് ട്രൂ. സോ നമ്മൾ സിനിമയിൽ കാണുന്ന ലവ് എന്ന് പറയുന്നത് പകുതി ട്രൂത്തേ ഉള്ളൂ. കാരണം അത് വെറും ഒരു സാമ്പിളാണ്. റിയൽ എക്സാമ്പിൾ ആരുടെയാണ്? റിയൽ എക്സാമ്പിൾ ഇവരുടെ സ്നേഹമാണ് എന്നാണ് 61 തിരിച്ചറിയുന്നത്. ദ റിയൽ ലവ് ഇസ് ദേഴ്സ്. ദ പ്രൈം എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവർ രണ്ടുപേരെയും പ്രണയം. ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ എന്നാണ് അവർ പറയുന്നത്. സോ പോയം എൻഡ്സ് ഓൺ എ ഹാപ്പി നോട്ട്. അങ്ങനെ വളരെ സന്തോഷമായ ടോണിക്കോടെ പോയം അവസാനിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.